എനിക്കറിയാം, പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും മടിയുള്ള കാര്യം കറണ്ട് അഫെയറാണ്. എനിക്കും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് ക്ലിക്കാവും. പിന്നെ മാർക്ക് വരുന്ന വഴി കാണില്ല സുഹൃത്തെ. ഈ വരുന്ന എല്ലാ എക്സാമിനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ മോക്ക് ടൈം. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ഷാനിമോൾ ഉസ്മാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. കേരള ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമികൾ ഹരിതാഭമാക്കാനും പൂജാപുഷ്പങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുവളർത്താനുമായി ആരംഭിച്ച പദ്ധതി ദേവാരണ്യം. 2026 ജൂണിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച വ്യോമ ഉപരിതല ആൻറ്റി റേഡിയേഷൻ മിസൈലിൻ്റെ പേര് രുദ്രം 2. ദി ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെയും മികച്ച 100 ആഗോള നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയിക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയാണിത്. ദ ഗാർഡിയൻ പട്ടിക പ്രകാരം ആഗോളതലത്തിലെ മികച്ച 4 നോവലുകൾ: 1. ജോർജ് എലിയറ്റ് രചിച്ച മിഡിൽ മാർച്ച്. 2ാം സ്ഥാനം ടോണി മോറിസൺ രചിച്ച ബിലൗഡ്. 3. ജെയിംസ് ജോയ്സിൻ്റെ യൂലിയസ്. 4. വിർജീനിയ വൂൾഫിൻ്റെ ടു ദി ലൈറ്റ് ഹൗസ് എന്നീ കൃതികളാണ്. മ്യൂണിക്കിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ഇഷ സിംഗ്. CBSE അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം. മുൻ ചെയർപേഴ്സൺ രാഹുൽ സിംഗ്. 52ാമത് അമേരിക്കൻ മ്യൂസിക് അവാർഡ്സിൽ ആർട്സ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ സംഗീത ബാൻഡ് BTS. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രാബല്യത്തിൽ വന്നത് 2026 ജൂൺ 1 മുതൽ. 2026 ജപ്പാനിലെ ഐച്ചി നഗോഗയിൽ നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഹോനോഹോൺ. ഇതിൻ്റെ ആപ്തവാക്യം ഇമാജിൻ ഓൺ ഏഷ്യ. 2025 മഹാകവി ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് PP ശ്രീധരൻ ഉണ്ണി. യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്കാണ് പുരസ്കാരം. 2026 മെയ്യിൽ കേരള എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ശ്രീറാം സാംബശിവ റാവു. നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു. കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ചോദ്യം: 2026 മെയ്യിൽ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ശരി ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. താങ്ക്